CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ ഒരു തുറന്നുപറച്ചിൽ പാർട്ടിക്കകത്ത വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. CPMന്റെ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വലിയ വെളിപ്പെടുത്തൽ, കേരള രാഷ്ട്രീയം ഞെട്ടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് CPMന്റെ കണ്ണൂർ ജില്ലയിലെ മുതിർന്ന നേതാവ് വി കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് കേരളത്തിലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിലൂടെ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്ന. ഫണ്ട് ശേഖരണമല്ല വിഷയമെന്നും ഫണ്ട് ചെലവഴിച്ചതിൽ കൃത്രിമം നടത്തിയതാണ് പ്രശ്നമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെക്കുകയാണ്. ധനരാജിന്റെ കുടുംബത്തിനു വേണ്ടി പിരിച്ച ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ MLA TI മധുസൂദനൻ തട്ടിയെടുത്തു. 1 കോടി രൂപയാണ് പിരിച്ചത്. അതിൽ 46 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്നും വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു. തന്റെ മുന്നിൽ ആദ്യമായി വരുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ടല്ല. ധനരാജ് കൊല്ലപ്പെടുന്നത് 2016 ജൂലൈ 11-നാണ്. ഈ വർഷം തന്നെ ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ ആ കുടുംബത്തെ അനാഥമാക്കാൻ കഴിയില്ലെന്നാണ് പാർട്ടി നിലപാട്. കൂടാതെ കുടുംബത്തിന് സഹായമെന്ന നിലയിൽ ഒരു തുക നിക്ഷേപിക്കാനും തീരുമാനിച്ചിരുന്നു. വീട് നിർമ്മിച്ചു കൊടുക്കലും കേസ് നടത്തലുമായിരുന്നു ഫണ്ട് കൊണ്ടുള്ള ലക്ഷ്യം. 2017 ഡിസംബർ 8, 9 തീയതികളിൽ നടന്ന ഏരിയ സമ്മേളനത്തിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പിന്നീട് ധനരാജിന്റെ കുടുംബത്തിനുള്ള വീട് നിർമ്മാണം ഉൾപ്പെടെ നടന്നെങ്കിലും 2021 വരെയുള്ള കണക്കുകൾ അവതരിപ്പിച്ചിരുന്നില്ല. 2020-ലാണ് താൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആവുന്നത്. 2021-ൽ കണക്ക് ചോദിച്ചിട്ടും ലഭിച്ചിരുന്നില്ല. 2021-ലെ സമ്മേളനത്തിന് തൊട്ടു മുമ്പാണ് കണക്കുകൾ അവതരിപ്പിച്ചത്. നിയമസഭാ സമ്മേളനത്തിന് മുമ്പുള്ള കണക്ക് ഓഡിറ്റ് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചിരുന്നു. അതിൽ വിചിത്രമായ കണക്കുകളാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ധനരാജ് ഫണ്ട് പരിശോധിക്കുന്നത്. 2017-ലെ വരവിൽ 10 ലക്ഷത്തിലേറെ തുക ചിലവായെന്ന് കണ്ടെത്തി. 1 കോടി രൂപയിലേറെയാണ് അന്ന് പിരിച്ചിരുന്നത്. വീട് നിർമ്മാണത്തിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോഴും ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന തുറന്നു പറച്ചിലാണ് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും CPMന്റെ കേരളത്തിൽ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള, ശക്തമായ സംഘടനാ സംവിധാനമുള്ള കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഏരിയയ്ക്ക് കീഴിൽ നടന്ന ഒരു വെളിപ്പെടുത്തൽ, തട്ടിപ്പിന്റെ വെളിപ്പെടുത്തലാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി യുവത്വം തുളുമ്പുന്ന പ്രായത്തിൽ തന്റെ ജീവനും ജീവിതവും പാർട്ടിക്ക് വേണ്ടി ബലി നൽകിയ, പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ധനരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി പിരിച്ച പണം പയ്യന്നൂർ MLA TI മധുസൂദനൻ സ്വന്തം പോക്കറ്റിലേക്ക് വകമാറ്റി എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ആ കമ്മിറ്റി കണക്ക് അംഗീകരിച്ചില്ല. 34,4 ലക്ഷം രൂപ വീട് നിർമ്മാണത്തിന് ചെലവായെന്നും ആയിരുന്നു കണക്ക്. വീട് നിർമ്മിക്കാനായി പാർട്ടി പ്രവർത്തകരുടെ സന്നദ്ധ സഹായങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ സഹായങ്ങൾ നൽകിയാൽ വീട് പണിക്ക് പണം കൂടുതൽ വരില്ലെന്നായിരുന്നു ഉദ്ദേശം. 34 ലക്ഷം രൂപയുടെ ചെക്കാണ് നൽകിയിരുന്നത്. ഈ കണക്ക് പരിശോധിച്ചപ്പോൾ 29,4 ലക്ഷം രൂപ കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി KP മധുവിന്റെ അക്കൗണ്ടിലേക്കും പോയതായി കണ്ടെത്തി. ഒരു ഇനവും സൂചിപ്പിക്കാതെ 2 ലക്ഷം രൂപയുടെ കണക്കും കാണിച്ചിരുന്നു. ചെക്ക് പരിശോധിച്ചപ്പോൾ ഈ 2 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തി. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ കെട്ടിട നിർമ്മാണത്തിന് 40 ലക്ഷം രൂപ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ കെട്ടിടം നിർമ്മാണത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിനുള്ള ഫണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ധനരാജിന്റെ കടബാധ്യത നിലനിൽക്കുമ്പോഴാണ് 40 ലക്ഷം രൂപ കാണാതായതെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ധനരാജിന്റെ കടബാധ്യത പാർട്ടി അടച്ചു തീർത്തെന്നും വി കുഞ്ഞികൃഷ്ണൻ ഈ സ്വകാര്യ ചാനലിലെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ തെളിവടക്കം പാർട്ടിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ നടപടിയെടുക്കാതെ തട്ടിപ്പ് മൂടി വെക്കുകയാണ് ചെയ്തത്. EP ജയരാജന്റെ അനധികൃത ഇടപാടുകളെ കുറിച്ച് ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. ആരോപണം പാർട്ടി പരിശോധിച്ചില്ല. തന്നെ ശാസിച്ച് നിശബ്ദനാക്കാൻ നോക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ പൊരുതി തോറ്റിട്ടാണ് അണികളോടുള്ള തന്റെ തുറന്നു പറച്ചിൽ. പാർട്ടിയെ അണികൾ തിരുത്തട്ടെ. പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാമെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുൻ പാർട്ടി സെക്രട്ടറി മൺമറഞ്ഞുപോയ കോടിയേരി ബാലകൃഷ്ണനും തെളിവുകളടക്കം കൈമാറിയെങ്കിലും കാര്യമുണ്ടായില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ, CPM നേതൃത്വത്തെ ആകെ വെട്ടിലാക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്ന. ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ പേരിൽ
RSSുകാർ കൊലപ്പെടുത്തിയെന്ന ധനരാജിന്റെ കുടുംബത്തിന് വേണ്ടി പിരിച്ച പണം സ്വന്തം നേതാക്കന്മാർ എടുത്ത് പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത ഇപ്പോൾ പാർട്ടിക്കുണ്ടായിരിക്കുകയാണ്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും ഈ വിഷയത്തിൽ മറുപടി പറയണം. കാരണം സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ബീഡി തൊഴിലാളികളും ചെങ്കൽ തൊഴിലാളികളും ഉൾപ്പെടുന്ന തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി പറഞ്ഞതനുസരിച്ച് പിരിവ് നൽകിയിട്ട് ആ പണം വകമാറ്റി പാർട്ടി നേതാക്കന്മാരുടെ അക്കൗണ്ടുകളിലേക്കും പോക്കറ്റിലേക്കും പോയെന്ന് കണ്ണൂർ ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാവ് പറയുമ്പോൾ അതിനു മറുപടി പറയാതെ മാറി നിൽക്കാൻ ഇനി CPM നേതൃത്വത്തിന് കഴിയില്ല. എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് ഇത് വലിയ ചർച്ചാ വിഷയമാകും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പയ്യന്നൂർ MLA-ക്കെതിരെ പാർട്ടി നേതാവ് തന്നെ ഉയർത്തിയ ആരോപണം മുഖവിലക്കെടുക്കാതെ മാറി നിൽക്കാൻ ഇനി CPM-ന് കഴിയില്ല.